വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ഈവനിങ് റൊട്ടീനുമായിട്ട് വന്നിരിക്കുകയാണ്. അന്ന് ഈവനിങ് വ്ളോഗ് ഇട്ടപ്പോൾ കുറച്ച് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ഉള്ളൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ കണ്ടേച്ചും വരാം. അപ്പോൾ അതേ ഹെയർ പാക്കിനുള്ള സംഭവമാണ് ഉലുവയും അലോവേരയും. അത് നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആ ഉലുവ കുതിർത്ത് വെക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസൺ ചെയ്താണ് എടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കാറില്ല. അപ്പം എന്ത് ചെയ്യാൻ ഒരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചപ്പോഴത്തേനും എനിക്കത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടി. എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ലാത്തൊരു പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. പിന്നെ വൈകുന്നേരത്തേനുള്ള ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു. അപ്പോൾ കുക്കറിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇറച്ചിക്കറി പോലെ ചിക്കൻ കറി പോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെക്കാനായിട്ട് എല്ലാം എടുത്ത് വിസിലാവാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഫേസ് പാക്ക് സ്ക്രബ്ബർ എന്ന് പറയാം, രണ്ടും കൂടിയായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ആ റാഗി പൗഡറിൽ 3 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് 2 ടീസ്പൂൺ റാഗി പൗഡറാണ്. അപ്പോൾ പെർഫെക്റ്റാണ്. പിന്നെ സൺ ടാൻ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ നല്ലതാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നത്, എനിക്കതിൻ്റെ നല്ല വ്യത്യാസം അറിയാനുണ്ട്. അപ്പം ഞാൻ ഈ ഉലുവയുടെ പാക്ക് എന്ന് പറയുന്നത് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം താരൻ പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിന് മാത്രമാണ്. എന്നിട്ട് ഫേസൊക്കെ നല്ലതായിട്ട് കഴുകിയിട്ട് വന്ന് ഫേസിലും നെക്കിലും ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നെക്കിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ കറുത്ത പാടൊക്കെ ഉണ്ട്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് ഫുള്ളിങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കും. എന്നിട്ട് 25 മിനിറ്റ് മാക്സിമം അത്രയും നേരം വെക്കുള്ളൂ കേട്ടോ. തലയിലും മുഖത്തും എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മാക്സിമം ഒരു 25 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണം, അത്രേ ഉള്ളൂ. ഒരുപാട് സമയം വെച്ചിരിക്കാറില്ല കേട്ടോ. 25 മിനിറ്റിന് ശേഷം കഴുകി കളയും. അപ്പം ഇനി കുളിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പം അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ബാക്കി സമയം കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കും. ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ച് അമ്മക്കൂട്ടനെ എല്ലാം വലിച്ച് വാരിയിടും. അപ്പം അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവൾക്ക് കുളിച്ചിട്ട് സന്ധിക്കിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഇടയ്ക്ക് ആളിങ്ങനെ വഴക്കൊന്നും ഇല്ലാതെ ഇരുന്നോളും കേട്ടോ. ഇതിപ്പം നമ്മൾ കുൽഫി മേക്കറാണ്, അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ വഴക്കില്ലാതെ അതിനകത്ത് ചായയാണെന്നും പറഞ്ഞ് നമ്മൾ കൂടെ നടന്നോളും. എല്ലാവർക്കും ചായയൊക്കെ കൊണ്ടുതരും. അങ്ങനെ അമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ്, അച്ഛമ്മ ചായ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരമൊക്കെ വഴക്കില്ലാതിരുന്നോളും കേട്ടോ. അപ്പോൾ ഈ അച്ചാപ്പിയുടെയൊക്കെ കട്ടിലാണ് മെയിൻ കളി കേന്ദ്രം എന്ന് പറയുന്നത്. ഫുള്ള് സാധനങ്ങളോട് വലിച്ചു വാരിയിടും. എത്ര നമ്മൾ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചെന്ന് പറഞ്ഞാലും ആളത് വലിച്ചു വാരിയിടും. അപ്പം ഇതുമായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് വലിയ അലമ്പൊന്നുമില്ല. ഇപ്പോൾ ഫീഡിങ് ഒക്കെ നിർത്തി വരുന്നതുകൊണ്ട് കുറച്ച് അലമ്പുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോണു. അപ്പം ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാം കഴിഞ്ഞ് വന്ന് പ്രോബ്ലംസ് ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു 7 മാസത്തോളം ഡെലിവറി കഴിഞ്ഞൊരു 7 മാസത്തോളം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ എന്താ പറയുന്നത്, നാശകോശമായി സ്കിന്നെല്ലാം. ഇപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് ഓരോ റെമഡികൾ ചെയ്തും ഓരോ ഇതും പരീക്ഷിച്ചും ഒക്കെ സ്കിന്നൊന്ന് കുഴപ്പമില്ലാത്തൊരു ടോണിലെത്തിയിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് ആക്കിയെടുക്കണം. പിന്നെ താരന് വേണ്ടിയിട്ട് ചെയ്യുന്നത് താരന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് തലയിൽ. അപ്പോൾ അതുകൊണ്ട് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഇത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കാച്ചിയ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത്. എനിക്കും അതാണ് ഒരു യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പാക്ക് അപ്ലൈ ചെയ്ത് കറക്റ്റ് ഒരു 25 മിനിറ്റിന് ശേഷം കുളിച്ചു. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ഭയങ്കര ഡ്രൈ ആയാലും ഭയങ്കര ഇതാണ്. പിന്നെ നമുക്ക് എന്നാ പറയുന്നത്, റാഗി പൗഡറിൻ്റെ അത് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതിയായിരിക്കും. പിന്നെ എനിക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലുള്ളത് കൊണ്ട് ഞാൻ സ്ക്രബിങ് വീക്ക്ലി ട്വൈസ് ചെയ്യും എന്തായാലും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സന്ധ്യയാവുന്നു, വിളക്ക് കത്തിക്കണം, നാമം ചെല്ലണം. പിന്നെ അച്ചാച്ചൻ വരുമ്പോഴത്തേനും അനിയാച്ചനും അച്ചാച്ചനും വരും. അപ്പോഴത്തേനും അവർക്ക് കഴിക്കാനുള്ളതൊന്ന് ഉണ്ടാക്കി വെക്കണം. ആസ് യൂഷ്വൽ നമ്മുടെ നോർമൽ റൊട്ടീൻ തന്നെയാണ്. പിന്നെ എന്നോട് വിശേഷം, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തായാലും ഇങ്ങനെ ഓരോ കണ്ടൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകണം. പിന്നെ കാണാം. അപ്പം എന്തേ മഴക്കാലമായ ഈ ഒരവസ്ഥ എല്ലാ വീട്ടിലും കാണും അല്ലേ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുള്ളായ കെട്ടിയിരിക്കുകയാണ്. അപ്പം എന്തേ വിളക്ക് വെക്കാൻ സമയമായി, വിളക്ക് വെച്ചു. ഇനിയിപ്പം പ്രാർത്ഥിക്കണം, നമുക്കുടനെ ഒന്ന് മേല് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്കുടനെ മേല് കഴിച്ചിട്ട് വന്നു. അപ്പം എന്തേ അച്ചാപ്പി, അച്ചാച്ചൻ്റെ അച്ഛൻ അച്ചാപ്പിനാണ് ഞങ്ങൾ വിളിക്കുക. അപ്പം അച്ചാപ്പി വന്നപ്പോഴത്തെ സന്തോഷമാണ്. അച്ചാപ്പി കൊണ്ടുവന്ന സാധനം ഒന്നും താഴെ വെക്കാൻ ആൾ സമ്മതിക്കത്തില്ല. വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. അവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ, ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അച്ചാപ്പിയുടെ മുണ്ടേ പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ്. അച്ചാപ്പി മുണ്ട് പരക്കല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമുക്ക് ഓൺ വോയിസ് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ബഹളമാണ് അവർ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പാട്ടും ബഹളവും ഡാൻസും ഒക്കെയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ വന്നു. അച്ചാച്ചൻ താമസിച്ചാണ് വന്നത്, 8 മണിയൊക്കെ ആകാറായി വന്നപ്പം. അപ്പം എന്താ ഐസ്ക്രീം കൊണ്ടുവന്നു. ആൾക്ക് ഭയങ്കര ക്രേസുള്ളൊരു കാര്യം, വേറെ ഒന്നിനും വഴക്ക് കുടിക്കാറില്ല കേട്ടോ, ഇതിന് മാത്രമേ വഴക്ക് കുടിക്കാറുള്ളൂ. അപ്പോൾ ഒരു ബോൾ ഐസ്ക്രീമുമായിട്ടാണ് വന്നത്. അപ്പം ഞാൻ എന്തേ മധുരം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ, എഡിറ്റൊക്കെ ചെയ്ത് വരാൻ താമസിച്ചാണ്. അപ്പം എന്താ അച്ചാപ്പിയുടെ കൂടെ ഇരുന്ന് പിന്നെയും കളിക്കുവാണ് ആൾ. ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് 10 രൂപയാ 30 രൂപയാ അച്ചാപ്പിക്ക് തരാം എന്നൊക്കെ പറഞ്ഞിരുന്ന് കളിക്കുകയാണ്. പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, അത് കഴിക്കാൻ സമയമായി. എല്ലാവരും കഴിച്ചു, പിന്നെ പോയി കിടന്നു. പിന്നെ ആൾ ഉറങ്ങാനുള്ള വഴക്കൊക്കെ ആയപ്പോൾ പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.